ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. ഇനിയുള്ള നാളുകൾ നമുക്കൊന്നു ചേരാം, കഥകൾ പറയാം, കാര്യങ്ങളും. എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ. കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ, The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ഒക്ടോബർ 7 റിലീസാവുന്ന ഏവരും വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ലാലേട്ടൻ അഭിനയിക്കുന്ന പുലിമുരുകൻ എന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ വൈശാഖ് ഇപ്പോൾ നമ്മോടൊപ്പം ലൈനിൽ സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ചിത്രത്തിന്റെ വിശേഷങ്ങൾ. നമസ്കാരം സാർ, ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്ന് ഞാൻ അമ്മണിക്കുട്ടിയാണ്, RJ സ്മിത. ഹാർദവുമായ സ്വാഗതം ലണ്ടൻ മലയാളം റേഡിയോയിലേക്ക്. താങ്ക് യു സാർ, പുലിമുരുകൻ എന്ന ഈ സിനിമയ്ക്ക് ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പേര് എങ്ങനെ വന്നു? ലാലേട്ടൻ അഭിനയിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ആയത്, അതോ ആരുടെയെങ്കിലും മനസ്സിലുള്ള ഒരു ക്രിയേറ്റീവ് ഒരു തിങ്കിങ് ആണോ ഈ പേര്? പുലിമുരുകൻ എന്നൊക്കെ പറയുന്ന ഒരു ഹൈപ്പ് പേരാണ്. അപ്പൊ ആ പേര് എങ്ങനെ ഈ മൂവിയിൽ വന്നു എന്ന് തന്നെ ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഈ ചിത്രത്തിന്റെ റൈറ്റർ ശ്രീ ഉദയകൃഷ്ണ, അദ്ദേഹം എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. ഓക്കെ. അദ്ദേഹം എന്നോട് ആദ്യമായി ഇതിന്റെ കണ്ടന്റ് പറയുന്നത്, പുലി ഇറങ്ങുന്ന ഒരു ഗ്രാമത്തിൽ പുലിയോട് വൈകാരികമായി തന്നെ ശത്രുതയുള്ള മുരുകൻ എന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ നായകൻ എന്നാണ്. സ്വാഭാവികമായും നായകന്റെ പേര് മുരുകനും അയാളുടെ ഒരു കർമ്മമണ്ഡനം പുലിവേട്ടയുമായതുകൊണ്ട് അതിന് പുലിമുരുകൻ എന്ന പേരാണ് ഏറ്റവും ആപ്റ്റ് ആവുക എന്ന ചിന്തയിൽ നിന്നാണ് ശരിക്കും പുലിമുരുകൻ എന്ന് പറയുന്ന പേര് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പേരിന് ഒരു മാസ് കൊമേഴ്സ്യൽ സിനിമയിൽ ഉണ്ടാക്കാവുന്ന ഹൈപ്പും ഹീറോയിസവും കച്ചവട സാധ്യതകളും എല്ലാം തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടറിന്റെ പേരെന്നുള്ള നിലയിലാണ് അത് ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, ഏതായാലും നല്ല അടിപൊളി ഒരു പേരാണ് പുലിമുരുകൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ അതിനൊരു ഹൈപ്പ് ആ പേരിൽ തന്നെ ഉണ്ട്, പുലിമുരുകൻ എന്നൊക്കെ പറയുമ്പോൾ. ഇനി ഇതൊരു ബിഗ് ബജറ്റ് മൂവി ആണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ ഫിലിമിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക സവിശേഷതകൾ എന്ന് പറയുന്നത്? ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന വിശേഷണം വളരെ ലളിതമായ ഒരു വിശേഷണമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. കാരണം ഒരു സിനിമയെ നമ്മൾ വിലയിരുത്തേണ്ടത് അതിന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടല്ല. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓരോ സിനിമയും ചിത്രീകരിക്കുന്നതിന് അതാത് സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് സംഭവിക്കുക. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഓരോ സിനിമയും പ്ലാൻ ചെയ്യുക. നമ്മളൊരു കോൺസെപ്റ്റ് പ്ലാൻ ചെയ്യുകയാണ്. ആ കോൺസെപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് സ്വാഭാവികമായും വന്നു ചേരുന്നതാണ്. നമ്മളത് 25 കോടിക്കൊരു സിനിമ എടുത്തേക്കാം അല്ലെങ്കിൽ 20 കോടിക്കൊരു സിനിമ എടുത്തേക്കാം എന്ന് കരുതിയിട്ട് പ്ലാൻ ചെയ്യാറില്ല. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് അതിന്റെ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ടൈഗർ ഹണ്ടറുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു പുലി വേട്ടക്കാരന്റെ കഥ എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. സ്വാഭാവികമായും അങ്ങനെ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ ഒരു ഹെവി ബഡ്ജറ്റ് വരും. കാരണം എളുപ്പമല്ല അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിനെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഈ ചിത്രം പൂർണ്ണമായും ഒരു കാടിന്റെ പശ്ചാത്തലത്തിലാണ്, ഒരു ജംഗിൾ സ്റ്റോറിയാണ്. ജംഗിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് സിനിമ കാണുന്ന പോലെ ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്നറിയോ, ഇത് ഒരു കാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് നമുക്ക് അവിടെ ആക്സസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടിയാണ്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുലിമുരുകന്റെ മെയിൻ ലൊക്കേഷനുകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ താമസിക്കുന്നത് കോതമംഗലത്താണ്. കോതമംഗലത്ത് നിന്ന് ഒരു 1.5 അവർ നമ്മളൊരു കാറിൽ യാത്ര ചെയ്താൽ അവിടെ നിന്ന് പിന്നെയും ഒരു 1.5 മണിക്കൂർ നമ്മളൊരു ജീപ്പിൽ ഓഫ് റോഡ്
റൈഡ് ചെയ്ത് കാട്ടിനകത്തൂടെ പോയിട്ട് നമ്മളൊരു സ്പോട്ടിൽ അസംബിൾ ചെയ്തിട്ട് അവിടുന്ന് ഓരോ ലൊക്കേഷനിലേക്കും ഒരു 1/2 hour നമ്മൾ വാക്ക് ചെയ്ത് വേണം പോവാൻ. അപ്പൊ നമ്മൾ ലൊക്കേഷനിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മിനിമം ഒരു 10 o'clock നമുക്ക് ഒരു ലൊക്കേഷനിൽ അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്താൻ പറ്റും. ജംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർമിഷൻ എന്ന് പറയുന്നത്, ഷൂട്ടിംഗ് പെർമിഷൻ എന്ന് പറയുന്നത് മാക്സിമം ടിൽ 4:30 വരെ നമുക്ക് കിട്ടുള്ളൂ. കാരണം ആനിമൽസ് ഇറങ്ങുന്ന സ്ഥലമാണ്. ആനയൊക്കെ ഒരുപാടുള്ള സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവർക്ക് നമ്മളുടെ സേഫ്റ്റി വെച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു 4:30 വരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായി നമുക്ക് കിട്ടുന്ന ഷൂട്ടിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം വളരെ ചെറുതായി. പിന്നെ അടുത്ത പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ഫെസിലിറ്റീസ് ഉണ്ടാവും. പക്ഷെ ജംഗിളില് ഇത് മാൻ പവറും മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരുപാട് ഡ്യൂറേഷൻ കഴിഞ്ഞാണ് നമുക്ക് അടുത്ത ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായി ഒരു ദിവസം ഒരു 4 ഷോട്ട് അല്ലെങ്കിൽ 5 ഷോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഡേ നമുക്ക് പോകും. അപ്പോ ഒരു മുഴുവൻ ചിത്രവും അങ്ങനെ ഒരു ജംഗിളിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതിനെടുക്കാവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വരും. അത് ഇറ്റ് വിൽ എഫക്ട് ബഡ്ജറ്റ്. ഒരു നന്നായിട്ട് തന്നെ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് വരും. അപ്പൊ അതിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് വളരെ പെരിഫറൽ ആയിട്ട് ഇപ്പൊ വളരെ നിയറസ്റ്റ് ജംഗിൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് വണ്ടി എത്തിപ്പെടുന്ന ജംഗിൾ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഫീൽ, ഒരു ഒറിജിൻ നമുക്ക് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് അത് ജസ്റ്റ് ട്രീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കാടിന്റെ ഒരു ഫീൽ ഉണ്ടാവും, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങള് അതിന് ശ്രമിച്ചത് കുറെ കൂടി ഒരു വാട്ടർ ബോഡിയുടെ പ്രസൻസ് ഉള്ള കുറെ കൂടി വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ കാടിന്റെ കുറെ കൂടെ മനോഹാരിത, ഒരു ഭംഗി സിനിമയിൽ വിഷ്വലൈസേഷൻ വേണം എന്ന് പറയുന്ന നിർബന്ധം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മള് എത്ര കുറച്ച് കഷ്ടപ്പെട്ടാലും അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മേജർ ഫാക്ടറാണ് നമ്മള് ബഡ്ജറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു പാട്ട് കേട്ടിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. നല്ലൊരു പാട്ട് നിങ്ങൾക്കായി വരുന്നു. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ? കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാവഴുത്തേ നീ വരുകില്ലേ? മാമരക്കാടും ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മാനമാടിടാം പെണ്ണേ. കുന്നിറങ്ങും ചെമ്പുകിൽ ചുവപ്പും മന്തിക്കെത്തും മഞ്ഞും തണുപ്പും ഓമനകൾ കുടിലിൽ ഇവിടെ കിളിയേ. കാന്താരി ചുവപ്പല്ലേ കാട്ടാരി ചിരിയല്ലേ മുന്നിലെത്തി പമ്മിപ്പതുങ്ങുമ്പോ പൊന്മാനാവണ് നീ. പിറകിലലഞ്ഞേ ഞാൻ നിൻ ചിരിയിലലിഞ്ഞേ ഉടലിനുണർന്നേ പീലിക്കവായി. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുനാവൽ കാവഴുത്തേ നീ വരുകില്ലേ? മാമലമേട്ടിൽ തേനെടുത്ത് കരളിൻ നിലയിൽ തന്നതല്ലേ നീ പൊന്നേ. മാരിയമ്മൻ കോവിലിൽ നിന്നേ വേലക്കാലം വന്നു കഴിഞ്ഞേ
ചാന്തും പൊട്ടും വളയും വേണ്ടേടി കിളിയേ. ഹിമ്മാടിപ്പുലി പോലെ എങ്ങോട്ടും പായണം കാറ്റേ. മുന്നിലെത്തും ചിങ്കാരി പെണ്ണിനെ കണ്ടാൽ മിണ്ടല്ലേ. മനസ്സ് നിറഞ്ഞേ പുഴയിൽ അലകൾ ഉലഞ്ഞേ, മഴയിൽ അലിഞ്ഞേ നീരാവാകേ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുഞാവൽ കാവഴുത്തേ നീ വരുകില്ലേ. കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ, കളിയിൽ ഒളിച്ചേ ഞാനീ കാടാകെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഷൂട്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ആയിരുന്നോ അതോ വേറെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും ഉണ്ടായിരുന്നോ ഇതിന്റെ shoot? ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത് പ്രധാനമായിട്ടും സീൻ പോർഷൻസ് നമുക്ക് ഇവിടെ നേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കൂടുതൽ ഷൂട്ട് ചെയ്തത്. പക്ഷേ നമ്മളുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈഗർ ഹ്യൂമൻ വാറാണ്, അല്ലെങ്കിൽ ടൈഗർ ഹ്യൂമൻ ഫൈറ്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ ഒരിടത്തും ടൈഗറിനെ ഷൂട്ട് ചെയ്യാൻ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ടൈഗറിന്റെ ഷോട്ട്സുകളൊക്കെ പുറത്തു പോയി എടുക്കാൻ പറ്റുള്ളൂ. Okay. അതൊരു ഒരു വളരെ വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. നമ്മൾ ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ പോയി അവിടുത്തെ ആനിമൽസിനെ കണ്ടു, അവിടുത്തെ ട്രെയിനേഴ്സുമായിട്ട് സംസാരിച്ചു. പക്ഷെ അതിന്റെ എക്സ്പെൻസ് നമുക്ക് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. പിന്നീട് നമ്മൾ വിയറ്റ്നാമിൽ പോയി. വിയറ്റ്നാമിലെ ടൈഗേഴ്സ് നല്ല ടൈഗേഴ്സ് ആയിരുന്നു, പക്ഷെ അത് അത്രത്തോളം ട്രെയിൻഡ് അല്ലായിരുന്നു. നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ മിനിമം ഒരു 2-3 ഇയേഴ്സ് വേണം. Okay. മാത്രമല്ല ടൈഗറിന് ഒരു ഏജ് കഴിഞ്ഞാല് ഒരു 6-7 വയസ്സ് വരെയൊക്കെയാണ് ടൈഗറിന്റെ ബെസ്റ്റ് ടൈം. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള ടൈഗറിന്റെ ഒരു ഏജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 അല്ലെങ്കിൽ 7 ഒക്കെ ഏജ് വേണം. Okay. അത് നമുക്ക് ആ സമയത്ത് അതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഒരു 6 months മുതലൊക്കെ അതിന് ട്രെയിനിങ് കൊടുത്താലേ അതിനൊക്കെ അത് ഹ്യൂമനുമായിട്ട് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് അതിന് വരുള്ളൂ. അപ്പൊ അവിടെയും അത് നമുക്ക് പരാജയം ആണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ തായ്ലാന്റിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ടൈഗർ ടെമ്പിളിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അവിടുത്തെ ടൈഗർ കുറെ കൂടി ഹ്യൂമനുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പരിചയമുള്ളതായിരുന്നു. ഇറ്റ്സ് നോട്ട് ട്രെയിൻഡ് ആക്ച്വലി, പക്ഷെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അത് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ട്രെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. നമ്മള് കുറെ നാൾ അതിനെ ട്രെയിൻ ചെയ്ത് ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ. എന്നിട്ടും നമുക്ക് ഷൂട്ടിങ്ങിന് ഒത്തിരി സമയം എടുത്തു. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ടൈഗർ ഇപ്പൊ നമ്മളൊരു ആക്ടർ എടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ ടൈഗറിന്റെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് എന്ത് ചെയ്യുന്നോ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യുന്നതിനെ ഷൂട്ട് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും ടുക്ക് ലോട്ട് ഓഫ് ടൈം. നമുക്ക് ഒരുപാട് സമയമെടുത്ത പരിപാടികളായി പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ഹാർഡ്ഷിപ്പ് ഇതിന്റെ പിന്നിലുണ്ട്, ഈ ഫിലിമിന്റെ പിന്നിൽ. എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും, റൈറ്റർ, സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ, ഹീറോ, എല്ലാവർക്കും ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇതിന്റെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസർ മിസ്റ്റർ ടോമച്ചൻ മുളകുപാടം. അദ്ദേഹം എന്റെ ആദ്യത്തെ ചിത്രമായ പോകിരിരാജയുടെ പ്രൊഡ്യൂസറാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇറ്റ്സ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് മൈ ബ്രദർ. സോ പുള്ളിയുടെ ഒരു വലിയ സ്വപ്നം കൂടിയാണ് ഈ ഒരു സിനിമ. അങ്ങനെ ഒരാളുടെ സപ്പോർട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിന്റെ റൈറ്റർ മിസ്റ്റർ ഉദയകൃഷ്ണ, അദ്ദേഹം CBK തോമസ്, ഉദയകൃഷ്ണ എന്ന് പറയുന്ന 2 റൈറ്റേഴ്സിന്റെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദയകൃഷ്ണയുടെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് സ്ക്രീൻ പ്ലേ ആണ് പുലിമുരുകൻ. സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ഷാജി കുമാർ, അദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളുടെയും വിശുദ്ധനെ ഒഴിച്ച് ബാക്കി എല്ലാ ചിത്രങ്ങളുടെയും സിനിമാറ്റോഗ്രാഫറാണ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അദ്ദേഹമായിരുന്നു. ഹി ഡിഡ് വെരി ഗുഡ് വർക്ക്. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് വർക്ക് എന്ന് പറയാവുന്ന സിനിമ പുലിമുരുകനായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ വർക്ക്. നമുക്ക് വിഷ്വൽ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം. ഈവൻ ബാക്കിയൊക്കെ കണ്ടു കഴിഞ്ഞാലും ഒരു തവണ വിഷ്വലിന് വേണ്ടി അത് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു തവണ ചെയ്യാനുള്ള അത്രയും ഭംഗി, മനോഹാരിത വിഷ്വൽസിന് കൊണ്ടുവരാൻ അദ്ദേഹം ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ എഫക്ട്സിലും അതിനുള്ള ശ്രമങ്ങൾ, വിഷ്വലിനെ സപ്പോർട്ട് ചെയ്ത് ഭംഗിയാക്കാനുള്ള ശ്രമങ്ങൾ ഷാജികുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എന്റെ റെഗുലർ ക്രൂ ആയിട്ടുള്ള ഡയറക്ടർ, കോസ്റ്റ്യൂമർ, മേക്കപ്പ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്.
എസ്പെഷ്യലി ഹാവ് ടു സേ അബൌട്ട് മിസ്റ്റർ ഗോപി സുന്ദർ. ഗോപി സുന്ദർ എനിക്കൊരു അവന്റെ ഒരു സഹോദരനെ പോലെയാണ്. എപ്പോഴും ഇല്ലേ നമ്മൾ എന്തുകൊണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നെന്ന് വെച്ചാൽ, എക്സ്പെഷ്യലി റീ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ, ഒരു സിനിമ പൂർത്തിയായിട്ട് അതിന്റെ റീ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിനിമയുടെ പ്ലസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതൊക്കെ നല്ലതാണെന്ന് പറയാൻ എളുപ്പമാണ്. ബട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് ഒരു സിനിമയുടെ ഏറ്റവും മോശം വശങ്ങൾ ഒരു സിനിമയുടെ റഷ് കാണുമ്പോൾ. സോ എവിടെയാണ് ഒരു റീ റെക്കോർഡിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഹെൽപ്പ് വരികയെന്ന് വെച്ചാൽ, നമ്മുടെ സിനിമയിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കവറപ്പ് ചെയ്യാണ്ട്, അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു റീ റെക്കോർഡിംഗ് മ്യൂസിക് ഡയറക്ടറുടെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ എപ്പോഴും ഞാൻ സിനിമ കാണുമ്പോ RRR ചെയ്യുന്നതിന് മുമ്പ് സിനിമ കാണുമ്പോൾ ഞാൻ ഗോപിയോട് ചോദിക്കാറുള്ളത്, ഗോപി ജസ്റ്റ് ടെൽ മീ, എവിടെയൊക്കെയാണ് പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ സിനിമയിൽ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. സോ ഞങ്ങൾ ആദ്യം അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാറ്. എന്നിട്ട് വി വിൽ സ്റ്റാർട്ട് റീ റെക്കോർഡിംഗ്. അത് ഈ സിനിമയിൽ എനിക്ക് പ്രത്യേകിച്ച് ഗോപിയുടെ ഒരു ഇഷ്ടക്കൂടുതലുള്ളത്, ഗോപിയുടെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു ഈ സിനിമയുടെ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. മേ ബി ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് ഫിലിം ഹിസ്റ്ററി. കാരണം സാധാരണ ഇതിൽ നമ്മൾ റീ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമേഴ്സിനെ വെക്കും, അതായത് അതിന്റെ ബേസിക് ലെയേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ലൈക്ക് മ്യൂസിക് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവരുടെ പ്രോഗ്രാമിംഗ് ഒക്കെ ചേർത്തിട്ടാണ് ചെയ്യാറ്, ലൈവ് എടുക്കുന്നവർ, അദ്ദേഹത്തെ അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ ഈ സിനിമയിൽ ഗോപി ഒരു 35 ഡേയ്സോളം എന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്, ഈവൻ മൊബൈൽ പോലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്, ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇതിന്റെ റീ റെക്കോർഡിംഗ് ചെയ്തത്. ഒരു സിംഗിൾ മാൻ ആയിട്ട് നിന്ന് ഓരോ ട്രാക്കുകളും, ഓരോ റിതംസ്, ഓരോ ഇൻസ്ട്രുമെന്റ്സ് മാറി 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 ചെയ്ത് അദ്ദേഹം ഇതിനെ ഒരു വലിയ ലെയറിലേക്ക്, ഒരു വലിയ ക്യാൻവാസിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ വർക്ക് വലുതാണ്. അത് ഈ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, ഒരൊറ്റ ആളുടെ വ്യൂ പോയിന്റ്, ഒരൊറ്റ മ്യൂസിക് ഡയറക്ടറുടെ മ്യൂസിക്കൽ വ്യൂ പോയിന്റ് ഈ സിനിമയ്ക്ക് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗോപിയോട് പറഞ്ഞു, അത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ മ്യൂസിക് ഈ സിനിമയിൽ ചെയ്യുന്നത്, റെക്കോർഡിംഗ് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ അത് പുള്ളിക്ക് ആദ്യം കേട്ടപ്പോൾ ഇത്തിരി ടെൻഷൻ ആയെങ്കിലും അദ്ദേഹം അതിനുവേണ്ടി ഇരുന്നു. ഒരു 35 ഡേയ്സ് ഇരുന്നിട്ടാണ് അത് ഫിനിഷ് ചെയ്ത്. ഇറ്റ്സ് വെരി നൈസ് വർക്ക്. അത് നമുക്ക് കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് ഭയങ്കരമായിട്ട് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ ദാറ്റ് ഒരുപാട് നല്ല ഇന്ത്യയിലെ മികച്ച ടെക്നീഷ്യൻസ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ടു സേ അബൌട്ട് മിസ്റ്റർ സതീഷ്. അദ്ദേഹം ഈ സിനിമയിലെ സൗണ്ട് ഡിസൈനറാണ്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനറാണ്. അദ്ദേഹമാണ് ഈ സിനിമയിലെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ബാഹുബലിയുടെ ഒക്കെ സൗണ്ട് ഡിസൈനിങ് അവരായിരുന്നു. സതീഷ് അദ്ദേഹത്തിന്റെ ടൈമിൽ ഒരു 3 months ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഫ്റ്റർ ലാസ്റ്റ് മിക്സിംഗ് വരെയും കൂടെ നിന്ന് ഇതിനൊരു ബെസ്റ്റ് സൗണ്ട് ഫീൽ, ഓവറോൾ മിക്സിംഗ് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സതീഷിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എഡിറ്റർ ജോൺ കുട്ടി ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഫോർ ദിസ് മൂവി. പുലിമുരുകൻ എന്ന ഈ വമ്പൻ ഫിലിമിന്റെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു ഷോർട്ട് ബ്രേക്ക് നമുക്ക് ഇനി എടുക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക്. വീണ്ടും വിശേഷങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്, ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിടക്കുകയാണ്. സോ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്, ആസ്വദിക്കൂ, ആഘോഷിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ.
പൊന്നേ ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരാരോ. കുഞ്ഞാട്ടകൾ മുട്ടിക്കാണേ മുത്തപ്പന്മാരെ തേവേ ചാവനെ തേണ്ടി ചതിച്ച് തായില്ലാ തങ്കപ്പൂടങ്ങളെ കാക്കണേ പോറ്റണേ മാറിയമ്മേ. പുഞ്ചിരിക്കു പന്നേ അമ്മയുണ്ട് മേലെ കണ്ണു ചിമ്മും താരകമായി ദൂരെ. ഓ മാനത്തെ മാറിക്കുറുമ്പേ മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ. വാവാവം പാടിയുറക്കാനില്ലെന്നമ്മയൻ പൊന്നേ ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരോ. മാമുട്ടാനിങ്ങും കൊണ്ടേ മാറു ചുരന്നെന്റെ ചെല്ലപ്പുള്ള നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ള. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചിലപ്പോ പറഞ്ഞു നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ടോമിച്ചൻ മുളകുപാടമാണ്. അത് ബെസ്റ്റ് ഫ്രണ്ട് ലെവലിലാണ് അദ്ദേഹം ഉള്ളത്. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്ന ഗോപിസുന്ദർ ആണെങ്കിലും ഒരു ബ്രദർലി അഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവര് പിന്നെ ലാലേട്ടനാണ് ഇതിനകത്ത് ഹീറോ റോളില്. അങ്ങനെ ഇവരോടൊക്കെ ഉള്ളൊരു ഒരു ടീം വർക്ക് എങ്ങനെയുണ്ടായിരുന്നു സാറിന്? എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇവരോട് കൂടെയൊക്കെ ഉള്ള ഒരു ടീം വർക്ക് ആസ് എ സംവിധായകൻ എങ്ങനെയുണ്ടായിരുന്നു? ചിലപ്പോഴൊക്കെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ബന്ധങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് സിനിമകൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതിലേറ്റവും വലിയ ഉദാഹരണമായിരുന്നു എനിക്ക് പുലിമുരുകൻ. കാരണം ആലോചിച്ച് നോക്കുമ്പോ നമ്മൾ ഒരു സിനിമയിൽ ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം, ഒരു സിനിമയ്ക്ക് വർക്ക് ചെയ്യാനുള്ള ശമ്പളം വേണം നമ്മൾ കൊടുക്കുക. കാരണം അതിൽ കൂടുതൽ നമുക്കൊരു സിനിമയിൽ ഒരാൾ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത്രയും ഹൈ ബഡ്ജറ്റ് മൂവി ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അവരുടെ ശമ്പളം കുറച്ചുകൂടി കട്ട് ഓഫ് ചെയ്യും. കാരണം കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 30% ഒക്കെ ശമ്പളം കുറച്ചായിരിക്കും എല്ലാവരോടും പറയാം. അങ്ങനെ പറയുകയും പക്ഷെ ഒരു 4 സിനിമയുടെ സമയം എല്ലാവരും ജോലി ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതേസമയം തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ അതിനെ കവറപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഒരു വ്യക്തിബന്ധം, ഇഷ്ടം, പരസ്പരമുള്ള ഒരു റിലേഷൻഷിപ്പ് മൂലമാണ് നമ്മൾ അത് കവർ ചെയ്ത് പോവാ. എല്ലാത്തിനേക്കാളും വലുതാണ് സിനിമ എന്ന് ചിന്തിക്കുകയും എല്ലാ ത്യാഗങ്ങൾക്കും അപ്പുറത്ത് പ്രേക്ഷകർ കാണുന്ന സിനിമയിൽ ലഭിക്കുന്ന ഒരു നല്ല നിമിഷം അല്ലെങ്കിൽ അതിലൊരു അപ്രീസിയേഷൻ, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പറ്റം നല്ല സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയം, അല്ലെങ്കിൽ അതിലൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മുടെ ലാലേട്ടനാണല്ലോ മെയിൻ റോളിൽ അഭിനയിക്കുന്നതെന്ന് പറയുന്നത്. ലാലേട്ടൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്ടറാണ്. മലയാളം ഇൻഡസ്ട്രിക്ക് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആക്ടറാണ് ലാലേട്ടൻ. സോ സാറിന്റെ ആദ്യത്തെ ഫിലിം നോക്കുവാണെങ്കിൽ പോക്കിരി രാജ, അതിൽ നമ്മുടെ മമ്മൂക്ക ആൻഡ് പൃഥ്വിരാജ് ആയിരുന്നു 2010 അല്ലെ? അതെന്ന് പറയുന്നത് ഒരു ബിഗ് റോസ്റ്റർ ആയിരുന്നു ആ വർഷത്തെ തന്നെ എന്ന് പറയുന്നത്. പിന്നീട് സാറിന്റെ എന്ന് പറയുന്നത് 2011 സാർ സീനിയേഴ്സ് ചെയ്തിരുന്നു. അതൊരു വമ്പൻ ഹിറ്റ് ആണ്. പിന്നീട് 2012 മല്ലു സിംഗ്, 2013 2 ഫിലിമുണ്ട്, സൗണ്ട് തോമ, വിശുദ്ധൻ, റൈറ്റ്. പിന്നെ 2014 കസിൻസ് സാർ ചെയ്തിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു 2015. അത് കഴിഞ്ഞിട്ടാണ് ഈ 2016 സാർ പുലിമുരുകൻ ചെയ്തത്. 2 years ഗ്യാപ്പ് എടുത്തുകൊണ്ടാണ് പുലിമുരുകൻ അത്രയും നേരത്തെ വർക്ക് ഉണ്ടായതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വന്നത്. പുലിമുരുകന്റെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു സാർ അത്രയും ഗ്യാപ്പ് എടുത്തത്? അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും വേണ്ടിയിട്ടായിരുന്നു ഈ ഗ്യാപ്പിൽ സാർ വർക്ക് ചെയ്തോണ്ടിരുന്നത് എന്നാണോ?
അതെ, തീർച്ചയായിട്ടും. കാരണം ഷൂട്ടിംഗ് തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. ഞാൻ പുലിമുരുകൻ കസിൻസ് കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്ത വർക്കാണ്. ആക്ച്വലി പ്രീ പ്രൊഡക്ഷൻ ഒരുപാട് സമയമെടുത്തു, പ്രൊഡക്ഷൻ ഒരുപാട് സമയമെടുത്തു, പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരുപാട് സമയമെടുത്തു. കാരണം നമ്മളൊരു കോൺസെപ്റ്റ് പ്ലാൻ ചെയ്തിട്ട് അത് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം നമ്മൾ ടൈഗറിനെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു, ഓക്കെ ഫൈൻ, നമ്മൾ അതിനുള്ള ബേസിക് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തു. പക്ഷെ ഇത് വർക്ക്ഔട്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്കതിന് സ്വാഭാവികമായും ഒരുപാട് സമയം വേണ്ടി വന്നു. അത് വർക്ക് ചെയ്തു, വീണ്ടും വർക്ക് ചെയ്തു, സ്റ്റോറി ബോർഡ് ചെയ്തു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ബേസിക്കലി ഒരു റെഫറൻസ് ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് സിനിമകൾ ഞങ്ങൾ വേൾഡിൽ ഇറങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള സിനിമകൾ കണ്ടു നോക്കി. ഇപ്പോ ലൈഫ് ഓഫ് പൈ അല്ലെങ്കിൽ ടൈഗർ മൗണ്ടൻ, ടു ബ്രദേഴ്സ്, ഒത്തിരി സിനിമകൾ കണ്ടു നോക്കും. പക്ഷെ എവിടെയും ടൈഗറുമായിട്ടൊരു ഹ്യൂമൻ ഫൈറ്റ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സോ നമുക്കൊരു റെഫറൻസ് ഇല്ല. നമുക്കത് നോക്കി ഇതുപോലെ ചെയ്തേക്കാം, അങ്ങനെ റെഫറൻസ് ഇല്ല. സോ നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരു ശൂന്യതയിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി, അത് വർക്ക്ഔട്ട് ആവും നോക്കും, വർക്ക്ഔട്ട് ആവുന്നില്ല, വീണ്ടും വേറെ ഉണ്ടാക്കി, അത് പിന്നെ അത് വീഡിയോ, അത് ആ സ്റ്റോറി ബോർഡ് മോഷൻ സ്റ്റോറി ബോർഡ് ചെയ്ത് നോക്കുമ്പോൾ അത് വീണ്ടും അത്ര നന്നായിട്ട് തോന്നില്ല. അങ്ങനെ ഓരോ സമയം ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ സമയമായി പോയതാണ് അത്. ഓക്കെ, ഞാൻ ശരിക്കും ചോദിക്കാൻ വന്നത്, ഇതിന് കുറച്ച് ഡിബേറ്റ് ആയി. നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ആണല്ലോ ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ലാലേട്ടനുമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിലിമിലുള്ള കെമിസ്ട്രി അതെങ്ങനെയുണ്ടായിരുന്നു സർ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലാൽ സാറിനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് 2020 അതിലൊക്കെ ഞാൻ ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പോഴും ഒരു പുറമേ നിന്നുള്ള ഒരു കാഴ്ചക്കപ്പുറത്തേക്ക് നമുക്ക് അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ലാൽ സാർ എന്ന് പറയുന്ന ഒരു മാജിക് എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്ക് എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ആണ്. അദ്ദേഹം എപ്പോഴും ഒരു വിസ്മയം എന്നൊക്കെ പറയാവുന്നത് സിറ്റുവേഷനാണ്. വൈ? ബിക്കോസ് അത് ആസ് എ ഹ്യൂമൻ ബീയിങ്, അതുപോലെ തന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, വ്യക്തിത്വം എന്ന നിലയിലൊക്കെ ഓൾവേസ് അദ്ദേഹം സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ. ഒരു ഷോട്ട് എടുക്കുമ്പോൾ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അദ്ദേഹത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, അദ്ദേഹം നമ്മളിലേക്ക് വരും. ഇപ്പൊ ഒരുപാട് ജനറേഷനുകൾക്ക് ഇപ്പുറത്തുള്ള ഒരു പുതിയ തലമുറയിൽപ്പെട്ടൊരു സംവിധായകൻ എന്ന നിലയിൽ നമുക്ക് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ആ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാതിരിക്കാൻ സാർ ഇങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും, നമ്മളിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ സ്പേസ് കട്ട് ഓഫ് ചെയ്ത് അദ്ദേഹം നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. കാരണം ഒരു നല്ല റാപ്പോ ഒരു ഡയറക്ടറും ഒരു ഹീറോയും തമ്മിൽ വേണം. നമുക്ക് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാക്കേണ്ടതല്ല, അദ്ദേഹം തന്നെ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അദ്ദേഹം അതിനുള്ള സ്പേസ് തരികയും അതാണ് അദ്ദേഹം അതിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് തരികയും എല്ലാ കാര്യങ്ങളും. പിന്നെ അദ്ദേഹം ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീം ആക്ടർ എന്ന് പറയുന്ന ഒരു വിശേഷണം ചേരുന്ന ഒരാളാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒരു ഡയറക്ടർ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മൾ മനസ്സിൽ കാണുന്ന എന്തും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു നടൻ. കാരണം അതിന് കോംപ്രമൈസുകൾ വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് ഇങ്ങനെയാണ് ഒരു സീൻ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു ഷോട്ട് വേണ്ടതെന്നൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ ഒരാൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് ഫ്ലെക്സിബിൾ ആവും. അതിന് വേറെ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ ഒരു പ്രോഡക്റ്റേ പിന്നെ കിട്ടുള്ളൂ. പക്ഷെ ലാൽ സാറ് എന്റെ ഒരു പ്ലസ് എന്താന്ന് വെച്ചാൽ എക്സാക്ട്ലി എന്താണ് നമുക്ക് വേണ്ടത് അത് തന്നെയാണ് അദ്ദേഹം ഡെലിവർ ചെയ്യുക. അതിൽ നിന്ന് ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകും. അത്രത്തോളം പുള്ളി എഫിഷ്യന്റ് ആണ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്തും ചെയ്യാൻ എഫിഷ്യന്റ് ആണ്. അപ്പൊ അത് കൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഡ്രീം ആക്ടർ, ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീം ആക്ടർ. പിന്നെ ഞാനിങ്ങനെ കേട്ടു സർ, ക്ലൈമാക്സ് ഒരു 18 ഡേയ്സിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് സത്യമാണോ? അങ്ങനെ 18 ദിവസം നീണ്ടു? മോർ ദാൻ 21 ഡേയ്സ് ആക്ച്വലി. ഐ തിങ്ക് 26 or something. മോർ ദാൻ 21 ഡേയ്സ് ഉണ്ടായിരുന്നു. 26 ഡേയ്സ് ആയിരിക്കണം. കാരണം ക്ലൈമാക്സ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ ഒരിക്കലും മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വിസ്മയം, ഒരു സർപ്രൈസ് ആ ക്ലൈമാക്സിലുണ്ട്. ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ക്ലൈമാക്സ് ആണ്. അത് പല പ്രോസസ്സിലൂടെ പോകുന്ന ക്ലൈമാക്സ് ആണ്. പലതരത്തിലുള്ള സംഭവങ്ങൾ ആ 20 മിനിറ്റിനകത്ത് സംഭവിക്കുന്നുണ്ട്. അത് ഒരുപാട് എഫേർട്ട് എടുത്ത ഒരു പോയിന്റ് ആണ് ക്ലൈമാക്സ്. ചിത്രത്തിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സിൽ ഒന്നാണ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടു, സ്റ്റണ്ട്സിനെ പറ്റി ഒരു ഹൈപ്പ് കഥകളാണ്, സ്റ്റോറീസ് ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറയുന്നത്. അതിന്റെ സ്റ്റണ്ട് എന്ന് പറയുന്നത് വളരെ
ഹൈപ്പായിട്ടാണ് അതിന്റെ സ്റ്റോറീസ് ഇറങ്ങിയിരിക്കുന്നത് പറയുന്നത്. അതിനകത്തിൽ എന്താ വാസ്തവം? സാറ് പറയുന്നത് കേട്ടു പീറ്റർ ഹെയ്ൻ ആണ് അതിന്റെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്, ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. സോ അതിനകത്തിലെ സ്റ്റൺസിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടാവും പ്രേക്ഷകരോട്? ബേസിക്കലി ഹൈപ്പ് എന്ന് പറയുന്നത് ഡ്രീമാണ്. അതിപ്പോ ഓരോരുത്തരുടെയും കോൺസെപ്റ്റാണ്. ഇപ്പൊ നമ്മൾ സിനിമയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ചിന്തിക്കും. അതിൽ നിന്നൊക്കെ തന്നെയാണ് ഹൈപ്പ് വരുന്നത്. ഹൈപ്പ് ഒരു പരിധിവരെ ഗുണവും ഒരു പരിധിവരെ ദോഷവുമാണ്. കാരണം പ്രതീക്ഷകൾക്ക് അനുസരിച്ചെന്ന് പറയുന്നതും പ്രതീക്ഷകൾ പോലെ എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. പ്രതീക്ഷിച്ച പോലെ ഒരു സിനിമയെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 1000 പേര് സിനിമ കാണുന്നുണ്ടെങ്കിൽ 1000 തരത്തിലായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുക. അതുപോലെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ഷൻസ് ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് പുലിമുരുകൻ എന്ന് പറയുന്നത്. സോ ഇതിലെ ബേസ് എലമെന്റ് എന്ന് പറയുന്നതിൽ തന്നെ ആക്ഷൻ ഉണ്ട്. ആക്ഷൻ വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്തിരിക്കുന്ന സിനിമയാണ്. പക്ഷെ എന്ന് വെച്ച് ലാൽ സാർ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ആക്ഷനുമായിട്ട് ബന്ധമുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമകളിലെ ആക്ഷനുമായിട്ട് ബന്ധമുള്ളതോ തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളല്ല ഈ സിനിമയിൽ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിലെ നായകൻ പുലിമുരുകനാണ്. പുലിമുരുകൻ ഒരു ടൈഗർ ഹണ്ടറാണ്, ഒരു വൈൽഡ് ഹണ്ടറാണ്. ഒരു ടൈഗറിനുമായി ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ആക്ഷൻ പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് വേറെ സിനിമയിലുള്ള സ്വഭാവത്തോട് അതിന് ഒരു യോജിപ്പുണ്ടാവില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് മാച്ചാവും, ഈ ക്യാരക്ടർ മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസുകൾ, എന്നാൽ അത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടും ഭംഗിയായിട്ടും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇതിനെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടം പീറ്ററുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തതിന്റെ കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു വെറൈറ്റി സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മാസ് കൊമേഴ്സ്യൽ ചിത്രം എന്നുള്ള രീതിയിൽ ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക്, അദ്ദേഹത്തിന്റെ ഹീറോയിസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കൃത്യമായ ഹീറോയിസവും പ്ലേസ്മെന്റുകളും ഒക്കെ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മുണ്ട് മടക്കി കുത്തുക, അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ മാനറിസങ്ങൾ വളരെ ലൈറ്ററായിട്ട് കഥാപാത്രത്തിന് ചേരുന്ന രീതിയിൽ ഇതിലേക്ക് ജെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ട്രൈ ആണ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അതൊക്കെ ആഗ്രഹമുണ്ടാവും. ആസ് ആൻ ഓഡിയൻസ് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ കാണണം. ലാൽ സാർ മുണ്ട് മടക്കി കുത്തണം, അല്ലെങ്കിൽ മീശ വിരിക്കണം, അതൊക്കെ എന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെയുള്ള എന്നെ പോലെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ക്യാരക്ടർ മാച്ച് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ക്യാരക്ടർ പോലെയല്ല ചെയ്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഈ ക്യാരക്ടറിന് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ അതിനെ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സാറിനോട് ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ആക്ച്വലി 2010 സാറ് സംവിധാനത്തിലേക്ക് വന്നതെങ്കിലും ഒരു റിനൗൺ ഡയറക്ടറിന്റെ സ്പേസ് ആണ് വൈശാഖ് സാറിനുള്ളത്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ പുതിയ സംവിധായകരൊക്കെ ഇങ്ങനെ എന്താണ് കൂണുകോളും മുളച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? എല്ലാവരും നല്ല ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ വന്നിരിക്കുന്നവരൊക്കെ വളരെ എഫിഷ്യന്റ് ആണ്, വളരെ മിടുക്കന്മാരാണ്. അവരൊക്കെ അവരവരുടേതായ സ്പേസുകൾ കണ്ടെത്തി അതിൽ ജോലി ചെയ്ത് മിടുക്ക് തെളിയിച്ചിട്ടുള്ളവർ തന്നെയാണ്. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ട് ജീവിതത്തിൽ എന്നതുപോലെ തന്നെ സിനിമയിലും കരിയറിലുമൊക്കെ എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. എല്ലാവരും അവരവരുടെ ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്യുമ്പോൾ, അവരവരുടെ സ്പേസ് ഏറ്റവും നന്നായി വിനിയോഗിക്കുമ്പോൾ അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ മറ്റുള്ള സംവിധായകരുടെ അത്രയും കഴിവുണ്ടായിക്കോളണമെന്നില്ല. പക്ഷെ ഹാർഡ് വർക്ക് എപ്പോഴും എന്റെ ബെസ്റ്റ് ഏറ്റവും കൂടുതൽ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പൊ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. എപ്പോഴും ഹാർഡ് വർക്കിനൊരു റിസൾട്ട് ഉണ്ട്. അത് നമ്മളെ കരിയർ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഒരു വിജയത്തിലോ ഒരു പരാജയത്തിലോ നഷ്ടപ്പെടാനുള്ളതല്ല ഒരു കരിയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, വിജയപരാജയങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു സ്ഥായിയായ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇല്ല എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ സിനിമകളും ഓരോ പുതിയ ചിത്രങ്ങളായി കണ്ട്, ഓരോ ഒന്നാമത്തെ ചിത്രങ്ങളായി കണ്ട് നമ്മൾ അതിനുവേണ്ടി അതാണ് എല്ലാത്തിനും നമ്മൾ മാതിരി. അപ്പൊ ഏറെക്കുറെ നമ്മൾ പുലിമുരുകന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഏതായാലും തിരിച്ചു വരാം. ആരും എങ്ങും പോകരുത്. സോ ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം ത്വമേവ സർവം നരസിംഹം. ധരണിയിൽ നിന്നും ജ്വാലകണക്കെ ജലധിയിൽ നിന്നും പൊങ്ങിപ്പൊങ്ങുന്നേ. ഓ
നിറങ്ങൾ ചിന്നിച്ചിതറും ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ. ദിക്കുകൾ എണ്ണുന്നേ, ദിനകരനൊരുങ്ങുന്നേ, ജനമുടിയാട്ടി നഗരം നീട്ടി അടിമുടി അലറുന്നേ. കനലായി നെഞ്ചിൽ കത്തും കരിനീല ദുഃഖങ്ങൾ, അലിവാർന്ന ചുണ്ടിൽ പൂക്കും ജപയോഗ മന്ത്രങ്ങൾ. ക്രോധമോടെ കുതിച്ചു വരുന്നുണ്ടേ ചോര ചിന്തിച്ചങ്കു വിളർക്കാനാ. അവതാരമിതുതാൻ നിയോഗം, സംഹാരമാടുന്ന നരസിംഹമായി. അരണിയിൽ നിന്നും ജ്വാല കണക്കെ ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. ജ്ഞാനം ധ്യേയം നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം തുമേവ സർവം നരസിംഹം. ജപമാർന്ന പുണ്യം നേടും പുരുഷാർത്ഥസാരം നീ. അസുരാധമന്മാർക്കെതിരെ ഉയരുന്ന വാൾമുനയും. തൂണിലുണ്ട് തുരുമ്പിൽ നീയുണ്ട് മഹേശ, മണ്ണിലുണ്ട് മനസ്സിൽ നീയുണ്ട്. കരവേഗമറിയുന്നു കാറ്റിൽ അലയാടും കടലിന്റെ ജലഭേരി. അരണിയിൽ നിന്നും ജ്വാല കണക്കെ ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. ജനതിമിരങ്ങൾ ചിന്നിച്ചിതറും ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ. ദിക്കുകൾ ഞെട്ടുന്നേ, ദിനകരനൊരുങ്ങുന്നേ, ജനമുടിയാട്ടി നഗരം നീട്ടി അടിമുടി അലറുന്നേ. മമ്മി മമ്മി, എന്റെ മുറി മാത്രം കാണാൻ ഒരു രസമല്ല മമ്മി. അപ്പുറത്തെ ആൽബിൻ ചാക്കോടെയും മരിയ ഡേവിസിന്റെ ഒക്കെ മുറി കാണാൻ എന്ത് രസാ മമ്മി. എനിക്കതുപോലെ ഒരു മുറി പണിത് തരാൻ പപ്പയോട് ഒന്ന് പറ മമ്മി. ഇപ്പൊ എന്താ അന്നക്കുട്ടിയുടെ പ്രശ്നം? നല്ല ഒരു മുറി വേണം, അത്രയല്ലേ ഉള്ളൂ. പപ്പ വരുമ്പോ മമ്മി പറഞ്ഞ് ശരിയാക്കാട്ടോ. ഹായ്, ദേ പപ്പ വന്നു. അന്നക്കുട്ടി, ആഹാ, മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ എന്താ കാര്യം? പറ മമ്മി, പറ. അതെ, അവൾക്ക് ഇപ്പൊ ഉള്ള മുറി പോരാത്രേ. ഞാനും അത് ഓർത്തായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചണും ഒന്ന് മാറ്റണം. അപ്പുറത്തെ നമ്മുടെ ശോശാമ്മ ചേച്ചിയുടെ പുതിയ വീട് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയ ആഗ്രഹം. അതിനിപ്പോ അവരുടെ ആ പഴയ വീട് തന്നെയല്ലേ? അല്ലല്ല, അതിപ്പോ പുതുക്കി പണിതിട്ട് ഇച്ചായൻ കണ്ടില്ലല്ലോ. ആരാണാവോ അതിന്റെ ഡിസൈൻ ചെയ്തത്? അപ്പോ ഇച്ചായൻ താലം ഡിസൈൻസിനെ പറ്റി കേട്ടിട്ടില്ലേ? മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞാ മതി, അവരത് അതുപോലെ പണിതു തരും. വിളിക്ക് പപ്പ, വിളിക്ക്. എന്നാ ഇപ്പൊ തന്നെ വിളിക്ക്. വിളിച്ചല്ലോ. താലം ഡിസൈൻസ് സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട് സംബന്ധമായ എല്ലാ സർവീസുകളും വിശ്വസ്തയോടെ ചെയ്തു കൊടുക്കുന്നു. താലം ഡിസൈൻസ്. താലം പ്രോപ്പർട്ടി സർവീസ്, സെയിൽസ്, ലെറ്റിംഗ്, എക്സ്റ്റൻഷൻ, ലോഫ്റ്റ് കൺവേർഷൻ, ലീസ് പ്ലാൻ, പ്രെമിസസ് ലൈസൻസ്, പേഴ്സണൽ ലൈസൻസ്. താലം ഡിസൈൻസ്. ഫോൺ 0208689153 07766337927. താലം ഡിസൈൻസ്. Talam Designs. LMR, the station that loves God's own country and its people. London, Malayalam Radio. സർ, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ സാർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഭാഷ എന്നൊക്കെ ഉള്ള ഫിലിം ഒരുപാട് തവണ കണ്ടിട്ടാണ് അതിൽ നിന്നുള്ള എന്താണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്ന അങ്ങനെയുള്ള എലമെന്റ് ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ഫിലിം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ സാറിനോട് ഞാൻ ചോദിക്കുന്നത്, സാറിന് ഈ ഫിലിം ഡയറക്ഷനിൽ ആരെങ്കിലും റോൾ മോഡൽസ് ഉണ്ടോ? ബേസിക്കലി നമുക്ക്
ഒരു സിനിമയുടെ സംവിധാനം എന്ന് പറയുന്നത് ഇതൊരു വലിയ ജോബ് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതല്ല. ഓക്കെ, ഇങ്ങനെ സിനിമ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ സിനിമയോടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുലയും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഒരു യാത്ര, ജീവിതത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നു. ബേസിക്കലി ഒരു ഡയറക്ടർ ഏറ്റവും നല്ലൊരു ആസ്വാദകനാവണം. ഒരു ഡയറക്ടറുടെ ആസ്വാദനത്തിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. ആ ആസ്വാദനം ഏത് ടേസ്റ്റിനനുസരിച്ചിട്ടാണോ, ഏത് സ്വഭാവത്തിനനുസരിച്ചിട്ടാണോ, അതിനനുസരിച്ച് തന്നെയാണ് സിനിമ ആ സംവിധായകന്റെ ഉണ്ടാവുക. സ്വാഭാവികമായും എനിക്ക് കുറച്ചും കൂടി കൊമേഴ്സ്യൽ സിനിമകൾ എന്ന് പറയുന്ന സോക്കോൾഡ് കൊമേഴ്സ്യൽ സിനിമകൾ, ലൈക്ക് ആക്ഷനും ഡാൻസും പാട്ടും ഇമോഷനും ഹ്യൂമറും ഫണൊക്കെയുള്ള ഒരു സാധാരണ പ്രേക്ഷകന്റെ മനസ്സ് എനിക്ക് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെർസെന്റേജ് എടുക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ, അങ്ങനെയുള്ള ഒരു മാസിന്റെ ഒരു സ്വഭാവം, ആസ്വാദന സ്വഭാവം എനിക്ക് കുറച്ച് കൂടുതൽ അതാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ റിഫ്ലക്ഷൻസ് സിനിമയിലുണ്ടാവും. ബേസിക്കലി ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന, എന്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന, എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന, എന്റെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പക്ഷെ ആക്ഷൻ സിനിമകൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി എഫേർട്ട് വൈസ് കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ നമുക്കന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എന്തായാലും കൂടുതലും ഞാൻ മേജർ ഫാമിലിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള, അതായത് കൂടുതൽ ആൾക്കൂട്ടത്തിന്, കൂടുതൽ ജനക്കൂട്ടത്തിന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്ന് പറയുന്ന രീതിയിലാണ്. എക്സാക്ട്ലി അങ്ങനെ കാണാൻ പറ്റുന്ന സിനിമകൾ എന്നല്ലേ സിനിമ ആലോചിച്ച് തുടങ്ങാറ് തന്നെ. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ പുലിമുരുകനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. സാറിന്റെ ഫാമിലിയെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ? എന്നെ പോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും സാറിന്റെ ഫാമിലി അതിനെ കുറിച്ചൊക്കെ കേൾക്കാൻ. ആക്ച്വലി എന്റെ ഏറ്റവും വലിയ നേട്ടമാണെങ്കിലും ഏറ്റവും വലിയ സങ്കടം എനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് കൂടുതൽ സമയം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു വല്ലാത്ത യാത്രയായിരുന്നു. ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫിസിക്കൽ വർക്ക് മാത്രമല്ല, മെന്റൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആലോചിക്കണം. അപ്പൊ നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും ജോബില്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിലി ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം വൈഫ് നീന എന്നാണ് പേര്. കാരണം അവർ കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടും അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ചെലവഴിക്കേണ്ടി വന്നു. കാരണം ചെറിയ കുട്ടികളാണ്. മോള് ഇസബെല്ല എന്നാണ് മോളുടെ പേര്. മോളൊരു കുഞ്ഞു വേഷം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇസബെല്ല UKG ആയിട്ടേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. രണ്ടാമത്തത് മകനാണ്, ദേവ് എന്നാണ് പേര്. ദേവ് LKG ആയിട്ടില്ല, അടുത്ത വർഷം അവള് PKG ആയിട്ടേ ഉള്ളൂ. അപ്പൊ ചെറിയ കുട്ടികളാണ്. അപ്പൊ എനിക്ക് അതൊക്കെ മിസ് ചെയ്യും. നമ്മള് അവരുടെ വളർച്ച, അവരുടെ സന്തോഷം, അവരുടെ കൂടെയുള്ള ഹാപ്പിനെസ്, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒക്കെ മിസ് ചെയ്യും. ബട്ട് എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടുക. അപ്പൊ ഇതൊരു പെർമനന്റ് ഇതല്ലല്ലോ, മിസ്സിംഗ് അല്ലല്ലോ. നമ്മൾ എനിവേസ് അല്ലേ, ഒരു ടെമ്പററി ആയിട്ട്. പക്ഷെ അത് തിരിച്ചു വരുമ്പോ അതിന്റെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ. അതാണ് എല്ലാം ചേരുന്ന നിമിഷങ്ങളിൽ കിട്ടുന്ന സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത്. മക്കൾക്ക് അറിയാമോ പപ്പ വലിയൊരു സംവിധായകനാണ്, അല്ലെങ്കിൽ ഡാഡി ഒരു അതിനുള്ള പ്രായമായിട്ടില്ല. സിനിമയെ കുറിച്ചൊക്കെ അവർക്ക് അറിയാം. കാരണം അവരെപ്പോഴും അത് യൂസ്ഡ് സെറ്റിൽ വരിക, ആൾക്കാരെ കാണുക, സിനിമയിലെ ബന്ധങ്ങൾ കാണുക. ഞാനാണെങ്കിൽ വീട്ടിലെപ്പോഴും സിനിമ കണ്ടോണ്ടിരിക്കും. അപ്പൊ അവര് വളരെ ചെറുതായിരിക്കും മുതൽ തന്നെ എന്റെ കൂടെ ഇരുന്ന് സിനിമകൾ കണ്ട് അവർക്ക് സിനിമ എന്ന് പറയുന്ന ഒരു കൾച്ചർ വളരെ ശീലമാണ്. പിന്നെ അതിൽ കൂടുതൽ അറിയാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ല. അവര് പക്ഷെ എൻജോയ് ചെയ്യും സിനിമ ഒത്തിരി. കാരണം വലിയ സീരിയസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെറുതായിരിക്കുമ്പോൾ എന്റെ കൂടെ ഇരുന്ന് കണ്ട് ശീലമായിട്ടുണ്ട്. നമുക്ക് അവര് സിനിമ കാണുക എന്ന് പറയുന്ന ശീലമുണ്ട്. സർ, ഇനി സാറിന്റെ ന്യൂ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പുലിമുരുകൻ കഴിഞ്ഞ ശേഷം ഇനി അടുത്ത ന്യൂ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ 2 വർഷത്തെ സമയം എടുക്കും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അത്രയും ഒരു പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറേ സിനിമകൾ പെൻഡിങ് ആയി പോയി. ഗോകുലത്തിന്റെ ഒരു ചിത്രമുണ്ട്, ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുണ്ട്.
പിന്നെ ഒരു ദിലീപ് സിനിമ കമ്മിറ്റ് ചെയ്തത് ബാലൻസ് ഉണ്ട്. ഒത്തിരി ആക്ച്വലി കമ്മിറ്റ് ചെയ്ത സിനിമകൾ ഇങ്ങനെ പെൻഡിങ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ഇതില് ഇനിയിപ്പോ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ അത് സോർട്ട് ഔട്ട് ചെയ്യും, അതിനൊക്കെ ഇനി ടൈം അതൊന്ന് ഇതിന്ന് ആലോചിക്കണം. സോ ഒരു റിലീസിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിരുന്ന് ആലോചിച്ചിട്ട് നമുക്കത് ഫിഗർ ഔട്ട് ചെയ്തിട്ട് ചിന്തിക്കണം. എക്സാക്ട്ലി. നമ്മുടെ സംവിധാനത്തിൽ സാറിന്റെ സ്വപ്നം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഡ്രീം പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇനി എന്താണ് സാറിന്റെ സ്വപ്നം? പുലിമുരുകൻ വരെ എത്തി നിൽക്കുകയാണ്, ഇനി സാറിന്റെ ഒരു സ്വപ്നം കാണല്ലോ. എല്ലാവർക്കും ഒരു എയിം, ഒരു സ്വപ്നം എന്നൊക്കെ കാണില്ല, അംബീഷൻ. അതുകൊണ്ട് സംവിധാനത്തിൽ ഇനി സാറിന്റെ സ്വപ്നം എന്താണ്? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ആൻസർ അല്ല അത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ പറയാം, എനിക്ക് 2 മൂന്നും ചെയ്യണം എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ്. ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ ചിത്രവും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചിത്രത്തിനും നമ്മൾ ഒരേ തരത്തിലുള്ള എഫേർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ചില സിനിമകൾ നന്നാവും, ചില സിനിമകൾ നന്നാവില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താറില്ല. കാരണം അത് എപ്പോഴും നമ്മുടെ മിസ്റ്റേക്കാണ്, എന്റെ മിസ്റ്റേക്കാണ്. നമ്മൾ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ അത് എന്റെ ഒരു സംവിധായകന്റെ തന്നെ പരാജയമാണ്, മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. സബ്ജക്ട്സ് ആവട്ടെ, എലമെന്റ്സ് ആവട്ടെ, സോങ്സ് ആവട്ടെ, വിഷ്വലൈസേഷൻ ആവട്ടെ, എന്തും ചൂസ് ചെയ്യാനുള്ള അധികാരമുള്ളത് ഒരു ഡയറക്ടർക്ക് ആയതുകൊണ്ട് വിജയമായാലും പരാജയമായാലും അതിന്റെ ഉത്തരവാദിത്വം അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നത് എന്റെ ഡ്രീം എന്ന് പറയുന്നത് ചെയ്യുന്ന എല്ലാ സിനിമയും ഇതേ ആവേശത്തോടെ, ഇതേ ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം മാത്രം സിനിമ ചെയ്യുക എന്നുള്ളത്. അതുവരെ ഓരോ ചിത്രവും പുതിയ പുതിയ സിനിമകളായിട്ട് ഒന്നാമത്തെ സിനിമയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ആവേശം നിലനിൽക്കുന്ന തരത്തിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്റെ സ്വപ്നമുള്ളൂ. അല്ലാതെ ഇനി നാളെ അങ്ങനെ ഒരു സിനിമ ചെയ്യാം, അങ്ങനെ ഒരു ഡ്രീമില്ല. അങ്ങനെ ഒരു ഡ്രീം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ സിനിമ നിർത്തേണ്ടി വരില്ലേ, ഒരു ഡ്രീം പൂർത്തിയാകുന്ന സമയത്ത്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു പ്രായമായി എനിക്ക് തോന്നണില്ല. ബിക്കോസ് ഞാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്, പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ സിനിമയും ഒരേ ആവേശത്തോടെ, ഒരേ ഒരു കൗതുകത്തോടെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക, ചെയ്യുമ്പോൾ എല്ലാത്തിനും വിജയം കരസ്ഥമാവും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലേ. ഒരേ രീതിയിൽ എല്ലാം കാണുവാണെങ്കിൽ ഇപ്പൊ ഇട്ടേക്കുന്ന നെക്സ്റ്റ് സിനിമയിലും ഞാൻ ഇടും അല്ലേ. അതാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട്, ഞങ്ങൾ ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. ഒബ്വിയസ്ലി ഞാൻ അമ്മിണിക്കുട്ടിയാണ്. അപ്പോ ലണ്ടനില് ഞങ്ങളുടെ ഒരു ഓൺലൈൻ സംരംഭമാണിത്. ആദ്യമായിട്ടുള്ളൊരു ഓൺലൈൻ സംരംഭമാണ് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ട്. സോ ലണ്ടനിൽ ഒരു റേഡിയോ ഉണ്ട് എന്ന് സാറിന് ഇപ്പം മനസ്സിലായ സ്ഥിതിക്ക് സാറിന് എന്ത് തോന്നുന്നു? അതിനെപ്പറ്റി എന്തെങ്കിലും പറയാം. ബ്യൂട്ടിഫുൾ തിങ്. ലൈക്ക് നമ്മളുടെ മലയാളികൾക്ക് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി, കൾച്ചറിന് വേണ്ടി, എന്താ പറയാ, സിനിമയ്ക്ക് വേണ്ടി, കലയ്ക്ക് വേണ്ടി ഒക്കെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റർടൈൻമെന്റിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അതിനൊരു എന്റർടൈൻമെന്റ് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ്. ആക്ച്വലി അതൊരു മഹത്തരമായ കാര്യമാണ്, ഒരു സോഷ്യൽ വർക്ക് തന്നെയാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എസ്പെഷ്യലി ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ലണ്ടൻ, സ്കോട്ട്ലാൻഡ് സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് പോകുന്ന ആൾക്കാർ അവരെല്ലാം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ജോലിക്ക് എന്നും പോകണം, അത് ലൈഫ് അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യണം, ഡേ നൈറ്റ് ഷിഫ്റ്റുകൾ മാനേജ് ചെയ്യണം, ഇപ്പൊ നമുക്ക് കാണാനും സംസാരിക്കാനുള്ള സമയങ്ങൾ, അപ്പൊ ഒരുപാട് പിരിമുറുക്കമുള്ള ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഊഷ്മളത, ഒരു സ്വാന്തനം ഒരു ആർട്ട് ഫോമിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം, ഒരു സ്പേസ്. ഇപ്പൊ നമുക്ക് വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഒഴിച്ചു വെക്കാൻ ഒരു പാത്രം വേണം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്കൊരു മീഡിയം വേണം. സോ ആ ഒരു ആർട്ട് ഫോം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റേഡിയോ ഫോം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മീഡിയം ഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ജോബ് ആണെന്നാണ്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് വർക്ക് ആണെന്നാണ്, ഒരു ഗ്രേറ്റ് സോഷ്യൽ വർക്ക് ആണെന്നാണ്
എനിക്ക് കമന്റ് ചെയ്യാനുള്ളത്. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങളുടെ ജോബ് നന്നായി നടക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നല്ല ആസ്വാദനത്തിന്റെ വഴികൾ നിങ്ങളുടെ റേഡിയോയിലൂടെ കണ്ടെത്താൻ കഴിയട്ടെ. പുലിമുരുകൻ അവിടെ പ്രത്യേകമായിട്ട് പറയാനുണ്ടോ സർ? എക്സാക്ട്ലി. ഇപ്പൊ പുലിമുരുകൻ അവിടെ തീർച്ചയായിട്ടും റിലീസ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു ഡിലേ ഇടുന്നത്, നമ്മൾ പൊതുവെ ജനറലി ഓവർസീസ് പോകുന്ന സമയത്ത് പൈറസിക്ക് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊരു ഹ്യൂജ് ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് നമ്മളൊരു റിസർവ് ടൈം മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു 10 to 15 days എടുക്കുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും ഇതിന്റെ റിലീസ് വരുന്നതിന്റെ ഭാഗമായിട്ട് UK എല്ലായിടത്തും UK എല്ലായിടത്തും തന്നെ അതിന്റെ റിലീസ് ഉണ്ടാവും. ആക്ച്വലി ഇറ്റ്സ് സർപ്രൈസ്. നിങ്ങൾക്ക് ഭയങ്കരമായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സർപ്രൈസുകൾ നിറച്ചിട്ടുള്ള ഒരാട്ടിപ്പൻ തട്ടപ്പൊളിപ്പൻ കൊമേഴ്സ്യൽ ചിത്രമായിരിക്കും പുലിമുരുകൻ. സോ എൻജോയ് സോ മച്ച് സർ. ഒരുപാട് നന്ദിയുണ്ട് സർ. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല. ലണ്ടനിലേക്ക് റിലീസ് ആവുന്ന ആ ഡേറ്റ് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നോട്ട് ഓൺലി മീ, ഞങ്ങൾ ലണ്ടൻ മലയാളം റേഡിയോ ഹോൾ ടീം ഈസ് വെൽക്കമിംഗ് പുലിമുരുകൻ ടു ബി റിലീസ്ഡ് ഓവർ ഹിയർ ഇൻ ലണ്ടൻ. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളുടെയും എല്ലാ പ്രേക്ഷകരുടെയും ലണ്ടനിലുള്ള എല്ലാ മലയാളികളുടെയും ആശംസ പുലിമുരുകൻ ടീം ഹോൾ ടീമിനുണ്ട്. ഇതൊരു വമ്പൻ ഹിറ്റ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. ലണ്ടൻ മലയാളം റേഡിയോ ടീമിന്റെ വകയും എല്ലാ ശ്രോതാക്കളുടെ വകയും ഒരു ബിഗ് സക്സസ് ഈ ഒരു ഫിലിമിനുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. എന്റെ UK ഫ്രണ്ട്സിനും ഹായ്. ബൈ. ഓക്കെ, ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്ന് അമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. നന്ദി, നമസ്കാരം സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹരാഹോയ്. വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹര. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹരാഹോ. വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹര. ഈ താരകാതുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ. മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെട്രിവേൽ മുരുക മുരുക വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹരാഹോയ്. വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹര. ശൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് ഉള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തൈരടി മേളം.
മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ അറുപട വീട് ഇത് തിരുമലമേട് ഇനി അഗ്നിക്കാവടിയാടാ ഈ കനനിൽ നാഴിയൊരുക്കണ്ടേ പൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടവട്ടം വീരാളിക്കോലം ചുറ്റിക്കോമരമുണ്ടേ വാടും പരിചയുണ്ടേ ഉകില നാക്കില ആരുവിളക്ക് ചിലപ്പിൻ ചിലവുമുണ്ടേ അഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി വെൽമുരുക ഹരോഹരാ വെലായുധ ഹരോഹരാ വെൽമുരുക ഹരോഹരാ വെലായുധ ഹരോഹര ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിടടി മേളം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു പള്ളിത്തേരാണേ വേൽമുരുക ഹരോഹരാ ഹോ വേലായുധ